നമസ്കാരം. ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറും ഗായകനും അഭിനേതാവുമായ റാഫി മതിലകം സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. സാറ് ഒരു ഗായകനാണ്. നമുക്കൊരു പാട്ട് പാടി തുടങ്ങാം. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു പാട്ട് തന്നെ ആയിക്കോട്ടല്ലോ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന. അപ്പോൾ നമുക്ക് ഏറെ സ്നേഹനിധിയായ ബാബുരാജ് സാറിൻ്റെ ഒരു പാട്ട് തന്നെ ആവും, പ്രാണസഖി. 4 വരി നമുക്ക് കേൾക്കാം. പ്രാണസഖി 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 ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീജികളിൽ വേണൂതുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ. എങ്കിലുമെന്നോമലാൾക്ക് താമസിക്കാനെൻ കരളിൽ, എങ്കിലുമെന്നോമലാൾക്ക് താമസിക്കാനെൻ കരളിൽ, തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ് മഹാൽ ഞാനുയർത്താം. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ, കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീജികളിൽ വേണൂതുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ. ഇരിക്കട്ടെ. എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പ് 10, അതായത് മലയാളത്തിലെ 10 ഗാനങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഗാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൊന്ന് ഇതായിരിക്കും. അപ്പം എല്ലാവർക്കും വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും പാട്ടൊക്കെ വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. എന്തായാലും നമ്മൾ പാട്ടുകാരൻ, ഒരു അഭിനേതാവ്, സിനിമയിലും അത് പാടിയിട്ടുണ്ട്. സിനിമയിൽ പാടിയിട്ടുണ്ട്. കാട്ടുമാക്ക എന്ന് പറഞ്ഞ പടത്തിൽ പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. താങ്ക് ഗോഡ്. മറ്റു മാതാപിതാക്കളുടെ പ്രാർത്ഥന, പിന്നെ എല്ലാവരും പ്രാർത്ഥന കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അതിലുപരി ഒന്ന് അഭിനയിക്കാനും സാധിച്ചത് അമ്മച്ചിക്കൂട്ടിലെ പ്രണയകാലം. അതിൽ കവിയൂർ പൊന്നമ്മ, ഷീലാമ്മ തുടങ്ങിയ ഒരു താരനിര തന്നെയുണ്ട്. അപ്പോൾ അതിലൊരു ഡോക്ടറായിട്ടാണ് അഭിനയിക്കാൻ പറ്റിയത്. ഒരു 5-6 മിനിറ്റോളം അതിൽ ഡോക്ടറായിട്ട് അഭിനയിച്ചു. പിന്നെ തലൈവാസിൽ വിജയ്, കക്കരവി, റിയാസ് ഖാനൊക്കെ ആയിട്ടൊരു ചെന്നൈ വിടുതി, തമിഴാണ്. അതിലൊരു 10-18 മിനിറ്റ് പോലീസ് ഓഫീസറായിട്ടും അഭിനയിക്കാൻ പറ്റി. അപ്പോൾ അവിടെയൊക്കെ അഭിനയമായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ജസ്പേഡിലേക്ക് വരുമ്പോൾ അഭിനയമല്ല, റിയൽ ജീവിതം പറയുകയാണ് ജസ്പേഡിൽ. അപ്പോൾ അഭിനയ ജീവിതം മാറ്റി വെച്ചുകൊണ്ട് ജസ്പേഡിലെ നമ്മൾ പല തട്ടിപ്പുകളും ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആട് മാഞ്ചിയം തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് വളർന്ന, ഈ അഭിനയത്തിൻ്റെ ലോകത്തിൽ വളരുന്ന, അതിൽ കൂടെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ അതിനിടയിലേക്ക് ജസ്പേഡ് പോലൊരു സംരംഭം നിങ്ങൾ കൊണ്ടുവരുമ്പോൾ അതും ഒരു അഭിനയം എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും പലരും കാണുക. ഈവൻ നമ്മൾ പോലും ആദ്യം എല്ലാത്തിനെയും നമ്മൾ ഒരു സംശയദൃഷ്ടിയോടുകൂടി തന്നെ നമുക്കിപ്പോൾ നോക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി അതാണ്. ഒരുപാട് തട്ടിപ്പുകാർ മാത്രം വളർന്നു വരുന്നൊരു സമയമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ ഇതുപോലൊരു ചന്ദന കൃഷി എന്ന് പറയുന്ന ഒരു സംരംഭമായിട്ട് ആദ്യമായിട്ട് മുന്നോട്ട് വരുമ്പോൾ 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് ആപ്തവാക്യവുമായിട്ട് നിങ്ങൾ വരുമ്പോൾ
അതിൻ്റെ അത് തട്ടിപ്പല്ല എന്ന് ഇതൊരു അഭിനയമല്ല എന്ന് നമ്മൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ അഭിനേതാവ് അല്ലെങ്കിൽ ഗായകൻ, ഏറ്റവും വലിയ സന്തോഷം 9568ാമത്തെ വേദിയാണ് സത്യത്തിൽ ഇന്നലെ മലപ്പുറത്ത് കിട്ടിയത്. അപ്പോൾ അത് വലിയ അനുഗ്രഹമാണ്. ജനങ്ങൾ ഇഷ്ടപ്പെടാൻ നമ്മൾ വിളിക്കുക. പിന്നെ പറഞ്ഞില്ല അഭിനയം, അപ്പോൾ ഇതിൽ അഭിനയമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വേദികളും കാര്യങ്ങളും പങ്കിട്ടപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിന്, അല്ലെങ്കിൽ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, ഇവർക്ക് മാത്രമാണ് വരുമാനമായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്, സമ്പാദിക്കാൻ പറ്റിയത്. തീർച്ചയായിട്ടും ഈ ഒരു സംരംഭത്തിൽ വന്നപ്പോൾ ഇന്ന് 4-5 വർഷമായിട്ട് ഇതിൽ നിൽക്കുമ്പോൾ ഒരുപാട് കുടുംബങ്ങളിലേക്ക് ലക്ഷങ്ങളും കോടികളും കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ റിയാലിറ്റി. നമുക്ക് വിമർശിക്കാൻ പെട്ടെന്ന് പറ്റും, പക്ഷെ ഒരാളെ സഹായിക്കാൻ പറ്റൂല. ഞാൻ പഠിച്ചൊരു കാര്യം, ഒരു ഭക്ഷണം കിട്ടാത്തൊരു വ്യക്തിക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 2 നേരം, അല്ലെങ്കിൽ 1 മാസം വരെയൊക്കെ മേടിച്ചു കൊടുക്കാം. പക്ഷെ സ്ഥിരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്കും കുടുംബമില്ലേ, നമുക്ക് മക്കളില്ലേ, പ്രാരാബ്ദം അല്ലെങ്കിൽ നമ്മുടേതായ വിഷയങ്ങളില്ലേ. ഇവിടെ നമുക്ക് ഒരു ചൂണ്ട കൊടുക്കാം, അതിൽ മീൻ പിടിച്ചുകൊണ്ട്. പക്ഷെ ആ ചൂണ്ടക്ക് പകരം വലയാണ് കൊടുക്കാൻ പറ്റണമെങ്കിലോ ഒരു മീനല്ല പിടിക്കാൻ പറ്റുക. ഒറ്റ വീശിൽ ചിലപ്പോൾ 10, 15, 20 എവിടെയാണ് മത്സ്യമുള്ളതെന്ന് കണ്ടെത്തി വീശാൻ പറ്റിയാൽ നമുക്കത് 20, 25, 50 മത്സ്യം വരെ ഒറ്റ വീശലിൽ പിടിക്കാം. സത്യത്തിൽ അതാണ് ജസ്റ്റ് പെയ്ഡ്. ക്ലിയർ? ഞാൻ പറഞ്ഞു വന്ന കാര്യം മനസ്സിലായി. അതായത് ഇവിടെ 28,000 കോടീശ്വരന്മാരെ ആർക്കാ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇവിടെ കേരളത്തിൽ സൃഷ്ടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ ഇവിടെ പല ചാരിറ്റി വിങ്, അത് പോട്ടെ, ചാരിറ്റിയൊക്കെ അടുക്കട്ടെ, നമുക്കിപ്പോൾ തൽക്കാലം ചാരിറ്റിയിലേക്ക് വേണം. ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയാണ് നമ്മുടെ MDക്ക് ഡോക്ടറേറ്റ് വരെ കിട്ടിയത്. അതവിടെ നിൽക്കട്ടെ, അതൊന്നും നമ്മളിപ്പോൾ ചർച്ചയിൽ കൊണ്ടുവരണ്ട. നമ്മൾ ഈ പോയിന്റിലേക്ക് മാത്രം വരാം. ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അസാധാരണക്കാരാക്കി മാറ്റിക്കൊണ്ടാണ് ജസ്റ്റ് പെയ്ഡ് ഇന്ന് എനിക്കും സാധിക്കുമെന്ന രീതിയിലേക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ മുന്നിലേക്ക് വെക്കുന്നത്. സാധാരണ നമ്മളിവിടെ കണ്ടുവരുന്നത് എന്താ? കോടീശ്വരന്മാർ തന്നെ വീണ്ടും കോടീശ്വരന്മാരാവുക. കാരണം എന്താ? പണത്തെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ട് അവർ നേടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അത് തെറ്റല്ല, അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഇപ്പോൾ വാറൻ ബഫറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. എന്തുകൊണ്ട് കോടീശ്വരന്മാർ വീണ്ടും കോടീശ്വരന്മാരാകും? പാവങ്ങൾ അതേ രീതിയിൽ നിൽക്കുന്നത്. കോടീശ്വരന്മാർ എന്ത് കണ്ടാലും അതിന് പോസിറ്റീവ് തിങ്കിലെടുക്കും. അവരിലുള്ള പണം പോയിക്കോട്ടെ, അല്ലെങ്കിൽ എറിഞ്ഞ് അതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യല്ലേ, ബിസിനസ് ചെയ്യല്ലേ. ചിലപ്പോൾ നഷ്ടപ്പെടാം. 10 എണ്ണം ചെയ്യുമ്പോൾ 8 എണ്ണം നഷ്ടപ്പെട്ട് 2 എണ്ണം കിട്ടിയാൽ പോരെ, അതും കോടികളല്ലേ, അല്ലെങ്കിൽ വരുമാനമല്ലേ. അപ്പോൾ അവരായ ഒരു അറ്റംപ്റ്റിലേക്ക് വരും. പാവപ്പെട്ടവരെന്താ ചെയ്യുന്നത്? കേൾക്കുന്നതല്ല ഇപ്പോൾ ചോദിച്ച പോലെ തട്ടിപ്പാണെന്ന് അവർ കരുതുകയാണ്. ഒരു അറ്റംപ്റ്റിലേക്ക് അവർക്ക് മുന്നിട്ടിറങ്ങാനുള്ള സാമ്പത്തികവും ഇല്ല, വിശ്വാസവും ഇല്ല. പ്രശ്നമുള്ളത് കോടീശ്വരന്മാർക്ക് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു പണം ഉണ്ടാവും അവർക്ക്. ഈ പാവപ്പെട്ടവനെ സംബന്ധിച്ച് അവൻ്റെ ഒരു ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കുന്ന ഒരു സ്വത്തായിരിക്കും അത്. ആ സാധനം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ടവർ ഒരുപാട് തവണ ചിന്തിക്കും. നമുക്ക് ഒരുപാടില്ല കയ്യിൽ. ഇപ്പോൾ 1 കോടിയിൽ നിന്നൊരു 12 ലക്ഷം എടുത്ത് മാറ്റി വെക്കാനല്ല പറയുന്നത്, നമ്മളില്ലാത്തതും കൂടി ഉണ്ടാക്കി 12 ലക്ഷം ആക്കിയിട്ട് എടുത്ത് വെക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം എന്നെ പോലെയുള്ള ആൾക്കാർ 100 തവണ ചിന്തിക്കും. എല്ലാ വശങ്ങളും നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ 12 ലക്ഷം കൊടുക്കുകയുള്ളൂ. ഇപ്പം എന്നോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരിക്കലും 12 ലക്ഷം ഇല്ല. അപ്പം ഞാനത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടാക്കിയിട്ട് കൺവിൻസിങ് ആണെങ്കിൽ മാത്രം ഞാനത് കൊണ്ടുപോയി കൊടുക്കും. പക്ഷെ 1 കോടി ഉള്ള ഒരാൾ വന്നിട്ട്, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 1 കോടി ഉണ്ട്, ഇദ്ദേഹത്തിന് ഒരു പ്ലോട്ട് വാങ്ങിയിടുന്നതിന് പോണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വെക്കാനുള്ള ആ ഒരു പരീക്ഷണം ചെയ്യാനുള്ള ആ ഗഡ്സ് വരണത് നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ കൂടി ഇത് വെച്ചിട്ടാണ്. അപ്പൊ സാധാരണക്കാരന്റെ സംശയങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സാധാരണക്കാരൻ എന്തായാലും ആ സംശയത്തിന്റെ വഴി കൂടെ തന്നെ വരുള്ളൂ. തീർച്ചയായിട്ടും. നല്ല ചോദ്യമാണ്. 2 ഉത്തരങ്ങളുണ്ട് അതിൽ. ഒന്ന്, ഈ ഒരു സാധാരണക്കാരാക്കുന്നൊരു ബിസിനസ് തന്നെ ഇതിൽ ഉപയോഗിച്ചു ജസ്റ്റ് പെയ്ഡ്. കയ്യിൽ പണമില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാസം തോറും 15,000 രൂപ തന്നുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഈ പ്ലോട്ട് സ്വന്തമായിട്ട് ആധാരാക്കാം. ആ 6.5 വർഷത്തെ വളർച്ചയും കൂടി നമ്മുടെ കമ്പനി കൊടുക്കുന്നുണ്ട്. EMI എന്തില്ല? ഇൻട്രസ്റ്റ് ഇല്ല. ലോകത്തെ എവിടെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു ലോൺ കൊടുത്തിട്ടുള്ള ഓൺലി വൺ ജസ്റ്റ് പെയ്ഡ് റിയൽ എസ്റ്റേറ്റ്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തവണ മുടങ്ങിക്കോട്ടെ, 2 തവണ മുടങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ 3 തവണ മുടങ്ങിക്കോട്ടെ, ഒരു വിഷയമില്ല, ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ആ മുതൽ തന്നെ കൊടുത്താൽ മതി. പിന്നെ കമ്പനി കാണിച്ച ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? ഈ 80 മാസം ഒരു തവണ ഒരു 15,000 കൊടുത്തു. 80ാമത്തെ മാസം വരെ ഈ ഒരു 12 ലക്ഷത്തിനോ 15 ലക്ഷത്തിനോ നമ്മൾ എവിടെയാണ് സെലക്ട് ചെയ്യുന്ന പ്ലോട്ട്, അത് അത്രയും കാലം കാത്തു കിടക്കുന്നുണ്ട്. ഇതൊരു കമ്പനി ലോകത്ത് ചെയ്തിട്ടില്ല.
അതൊരു നന്മയാണ്, ഒരു മനസ്സാണ്. തീർച്ചയായിട്ടും അത് ഒരു ഉദാഹരണം, ഒരു മറുപടിയാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ സാധാരണക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, അസാധാരണക്കാരാക്കി മാറ്റാനുള്ള ഒരവസരം നമ്മളോട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും 12 ലക്ഷം 15 ലക്ഷം ഒന്നിച്ച് വേണമെന്ന് പറയുന്നില്ല. ഇനി അത് ഒരു കാര്യം. ഈ 5 സെൻറ്റും 20 ചന്ദനമരത്തിൽ. കോട്ടേജിലോ 60 ലക്ഷം വേണ്ട, കോട്ടേജ് 75 ലക്ഷമാണ് കോട്ടേജിന് ശരിക്കും, ഇപ്പോൾ ഓഫർ പ്രൈസാണ്. അപ്പോൾ പറയുന്നത് നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിലും അതിലൊരു ഷെയർ എടുക്കണമെന്ന് ആഗ്രഹം. എനിക്കും വേണം 5 സെൻറ്റ് സ്ഥലം വയനാട്, കോട്ടേജ് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് 1 ലാക്ക് അതിൻ്റെ ഒരു ഷെയർ കൊടുക്കുന്നുണ്ട്. 60 ഷെയർ, 60 ലക്ഷം രൂപ 60 ഷെയർ ചെയ്തിട്ട് അതിൽ 1 ലക്ഷം മാമിന് വേണമെങ്കിൽ കൊടുക്കാം. എന്തു പറയാം, എനിക്കുണ്ട് 5 സെൻറ്റ്, അതും ഫോട്ടോ സഹിതം ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം ആ വ്യക്തിക്കും. ഒന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ ആ രീതിയിൽ പോലും കമ്പനി ഇവിടെ സാധാരണക്കാരെ അസാധാരണക്കാർ 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഒരാൾക്കിപ്പോൾ, ഞാൻ ഇത് പറയില്ല പണയപ്പാട് വെക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒരു 1.5 പവനോ 2 പവനോ പണയം വെച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോട്ടേജിൻ്റെ ഓണറായി മാറാം. ആ ഒരു അവസരം നമുക്ക് തരും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, സാധാരണക്കാരെങ്ങനെ വലുതാവുന്നു, ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറയട്ടെ. കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാ? യൂസഫ് അലി അല്ലേ. അദ്ദേഹം സാധാരണ ഒരു സെയിൽസ്മാൻ്റെ റോളിലല്ലേ ഒരു ജോലി എടുക്കാനായിട്ട് പോയത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് കോടീശ്വരനാവാൻ പറ്റിയില്ലേ? എന്തും അവസരങ്ങളെ വിനിയോഗിക്കലാണ്. ആ അവസരങ്ങളെ വിനിയോഗിക്കാൻ അതുകൊണ്ടാണ് പാവപ്പെട്ടവനൊന്നും ആ ചിന്താഗതിയിൽ നിന്ന് മാറണം എന്ന് നമ്മൾ പറയുന്നത്. ദൈവം ഒരിക്കലും ഒരു 5 ലക്ഷമോ 5 കോടിയോ നമ്മൾ കൺമുമ്പിൽ വീടിന് മുമ്പിൽ കൊണ്ടെത്തിച്ച് തരില്ല. നമ്മുടെ എട്ടും പറയുന്ന കാര്യമാണ്. ആ 5 ലക്ഷം 5 കോടി കിട്ടണമെങ്കിൽ നമ്മൾക്കൊരു പ്രയത്നമുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? വിവേക ബുദ്ധിയാണ്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും കൊടുക്കാത്തതും അത് തന്നെയാണ്. ആ വിവേക ബുദ്ധിയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവസരങ്ങളെ വിനിയോഗിക്കാനും. ഇന്ന് ഞങ്ങളെപ്പോലെയുള്ള കുറേ പേര് ഇതിലേക്ക് ആഡ് ഓൺ ആയത് എന്തുകൊണ്ടാണ്? മാറ്റി ചിന്തിച്ച്. ഞാനൊരു പാട്ടുകാരനിൽ നിന്നും അല്ലെങ്കിൽ ഒരു അഭിനേതാവിൽ നിന്നും ഇന്ന് ബിസിനസ് എൻ്റർപ്രണറായിട്ട് ഈ കമ്പനിയുടെ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ, MD ചെയർമാനും കഴിഞ്ഞാൽ ദൈവാധീനം കൊണ്ട് ആ കാരണന്മാരുടെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് ആ സ്ഥാനം കിട്ടിയെങ്കിൽ ഞാനിന്ന് പാടാനോ അഭിനയിക്കാനോ മാത്രം നിന്നെങ്കിൽ അത് കിട്ടുമോ? കിട്ടില്ലല്ലോ. അപ്പോൾ അവസരത്തെ വിനിയോഗിച്ചത് കൊണ്ടാണ് എനിക്കും അത് കിട്ടിയത്. താങ്ക് ഗോഡ് മീറ്റ്. സാറിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എപ്പോഴും അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറാണ് ജസ്പെയ്ഡിൻ്റെ റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. എന്താണ് സാർ പറഞ്ഞു, ബിസിനസ്സാണ്, സംരംഭം എന്നൊക്കെ പറഞ്ഞു. എന്താണ് പദ്ധതി എന്ന് നമ്മൾ ഇപ്പോഴും പ്രേക്ഷകരോട് പറഞ്ഞിട്ടില്ല. സാർ ഒന്ന് പറയുമോ അത്? അല്ല, തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആദ്യമായിട്ടൊരു ഗ്രൂപ്പ് ഫാമിംഗ് വെൽഫെയർ അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കമ്പനി ആദ്യം 5 സെൻറ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരികയാണ്. പിന്നെ അതിൽ ഈ ഓരോ 2 ഏക്കറും അങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ്. ഒരു 2 ഏക്കറിൽ 40 പ്ലോട്ട്, ഇങ്ങനെ 700 പ്രൊജക്റ്റ്. അപ്പോൾ 1400 ഏക്കറിൽ 28,000 പേർക്ക് ഓരോ 5 സെൻറ്റ് കൊടുത്തുകൊണ്ട് അടുത്ത വരാനിരിക്കുന്ന 10 വർഷം അല്ലെങ്കിൽ 15 വർഷം ഇതിന് 50 സെൻറ്റിമീറ്റർ ആയി കഴിഞ്ഞാൽ സാൻഡൽവുഡ് കട്ട് ചെയ്യാമെന്നാണ് ഗവൺമെൻറ് കണക്കിപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലൂടെ 5,28,000 പേരിലേക്ക് കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ 5 സെൻറ്റും 20 ചന്ദന മരങ്ങൾ എന്ന പദ്ധതിയിലൂടെ നമ്മൾ വിഭാവന ചെയ്യുന്നത് കമ്പനി. അപ്പോൾ റെവല്യൂഷനാണ്. കാരണം ഇന്ന് വരെ ഇവിടെ അനന്ത സാധ്യതയാണ് ചന്ദനത്തിന്. കാരണം 1980 വെറും 20 രൂപ ഉണ്ടായിരുന്ന ചന്ദനത്തിൻ്റെ കാതൽ ഇന്ന് 26,850 പക്ഷെ എന്നാലും 2023 കണക്ക് മാത്രം പറഞ്ഞാൽ പോലും 20,000 രൂപ. ആ 20,000 രൂപ ഇന്ന് നമ്മൾ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ ഇനി ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായ രീതിയിൽ ഇത് പരമ്പരാഗതമായ രീതിയിൽ വളരും. അതുകൊണ്ടാണ് ഇപ്പോഴും പലരും വിമർശിക്കണേ 30 വർഷം വേണം 25 വർഷം വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമാണ്. ഇപ്പം നമ്മളിവിടെയൊക്കെ അതായത് നമ്മൾ ഈ ഭൂപ്രകൃതിയുള്ള ഈ സ്ഥലത്തൊക്കെ ഇത് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നട്ട് കഴിഞ്ഞാൽ ഇതിന് 25-30 വർഷം വേണം. കറക്റ്റാണ്, നമ്മളില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇതിന് പാകപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ശരിക്കും കേരളത്തിൽ നമുക്ക് പറയുന്നത് 3 ജില്ലകളാണ്: ഇടുക്കി, പത്തനംതിട്ട, വയനാട്. നമ്മൾ ചെയ്യുന്നത് വയനാടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കണക്കനുസരിച്ച് 50 വർഷത്തിന് മുമ്പും ശേഷവും ഇനി ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട അതായത് ഈ ചൂരൽമലയിൽ സംഭവിച്ച പോലെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത, നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഇപ്പോഴത്തെ സ്ഥലം. ഈ പറയുന്ന മുള്ളംകൊല്ലി പഞ്ചായത്തിലെ ഈ പറയുന്ന ചൂനാട്ടുകവലായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന ശരിക്കും നമ്മൾ കോട്ടേജ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് വാടാനക്കവല എന്ന് പറയുന്നൊരു സ്ഥലത്താണ്.
ആ സ്ഥലമായിക്കോട്ടെ പാടിച്ചിറായിക്കോട്ടെ എല്ലാം നമുക്ക് അനുഗ്രഹീതമായിട്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം ഇതിൻ്റെ മണ്ണാണ്. ബ്ലാക്ക് സോയിലാണ്, കറുത്ത മണ്ണ്. പിന്നെ പകൽ ചൂടും രാത്രി മഞ്ഞും. ഈ ഒരു കാലാവസ്ഥയാണ് സാൻഡൽവുഡിന് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് കേരളത്തിൽ വയനാട് ജില്ലയാണ് ഇപ്പോൾ. കാരണം ഇടുക്കിയും പത്തനംതിട്ട ഓൾറെഡി റെഡ് സോണിലാണ് ഒരുപാട് സ്ഥലങ്ങൾ കിടക്കുന്നത്. ഇവിടെ 20% കഴിഞ്ഞാൽ ബാക്കി 80% ഗ്രീൻ സോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസിച്ച് ചെയ്യാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ വയനാട് ജില്ല. അതുമാത്രമല്ല, എനിക്കൊരാഗ്രഹം കൂടി, ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ. ഈ പറയുന്ന ചൂരൽമല എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഒരുപാട് പേർക്ക് ജീവിതം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടു, വിഷമിക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ അതുകൊണ്ട് വയനാട് ജില്ലക്കാരെന്ത് തെറ്റ് ചെയ്തു? ഇനിയും നമ്മൾ അവരെ ക്രൂശിക്കാൻ പാടുണ്ടോ? ഇല്ല. അവർക്കൊരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലോ. ഇനി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ പോകുന്നത് എവിടെ നിന്നാണ്? വയനാട് ജില്ലയിൽ നിന്നാണ്. ആ ഒരു നന്മ നമുക്ക് കണ്ടുകൂടെ? അവിടെയുള്ള 28,000 5 സെൻറ്റ് പ്ലോട്ടുകൾ വയനാട് ജില്ലയിലുള്ളവർ അവരെ കയ്യിൽ നിന്നല്ലേ വിൽപ്പന നടത്തണേ? തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമല്ലേ? അതായത് ഈ ഒരു ചൂരൽമല സംഭവത്തിന് ശേഷം വയനാട്ടിലെ കൃഷിക്കാരൊക്കെ വലിയ ദുരിതത്തിലാണ്. നമ്മൾ അന്വേഷിച്ചറിയാം, അതുകൂടി നമ്മൾ അന്വേഷിക്കണം വിമർശിക്കുമ്പോഴേ. കാരണം വെച്ചാൽ പല ആളുകളിലേക്കും ഇന്ന് അവരെ ബാങ്കിൽ ജപ്തി നടക്കുന്ന സ്ഥലങ്ങൾ വരെയുണ്ട്. അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു പ്ലോട്ട് നമ്മൾ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജപ്തി നടപടി 4.5 ഏക്കറിന് നടക്കാൻ പോകുന്ന ഒരു ജപ്തിയുടെ അതിൽ നിന്ന് ആദ്യത്തെ 1.5 ഏക്കർ ഞങ്ങളെടുത്ത്. അതിലൂടെ എന്ത് പറ്റി? ഈ 4.5 ഏക്കറിൽ ബാക്കിയുള്ള ആ ഒരു 3 ഏക്കർ അവർക്ക് അത് സേവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ബാങ്ക് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു രക്ഷപ്പെടുത്തൽ. പിന്നെ രണ്ടാമത് മൂന്നാമത് ഇപ്പോൾ കൊടുത്ത സ്ഥലങ്ങളിൽ ഒന്നൊരു മകളുടെ കല്യാണം നടന്നത്, ഒന്നൊരു ക്യാൻസർ പേഷ്യൻ്റാണ്, അദ്ദേഹത്തിന് ഒരു അവയവം മാറ്റി വെക്കണം. അതിനു വേണ്ടിയിട്ടാണ് 15-20 ലക്ഷം രൂപ നമ്മൾ കൊടുത്തതെന്ന് ഉപയോഗപ്പെടുത്തി. അപ്പം നമ്മളറിയാതെ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. എത്രത്തോളം പ്ലോട്ടുകൾ ഇപ്പോൾ 125 ഏക്കർ സ്ഥലം ഓൾറെഡി നമ്മളെടുത്ത് കൊടുക്കുകയാണ്. അതുകൂടാണ്ട് 1400 ഏക്കർ അവിടെ നിന്നാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ എടുക്കുമ്പോൾ ആ കുടുംബങ്ങളിലേക്ക് നമ്മളൊരു വെളിച്ചം അറിയാതെ വീശുന്നില്ലേ? അവരുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുന്നില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. 28,000 കോടീശ്വരന്മാരെ നമ്മൾ സൃഷ്ടിക്കുന്നില്ലേ? അതൊരു ശരിക്കും പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിൽ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്താൻ പോകുന്ന ഒരു കാര്യമില്ല അടുത്ത 10 years കഴിയുമ്പോൾ. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ നന്മകൾ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു അല്ലേ, ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ പലിശയില്ലാതെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു 5 സെൻറ്റും 20 ചന്ദനം, ഇപ്പോൾ എനിക്കുണ്ട് വയനാട് ഒരു 5 സെൻറ്റ് എന്ന് പറയാൻ പറ്റും. എങ്ങനെ? നമുക്കൊരു 2 ലക്ഷം രൂപ കയ്യിലുണ്ടെന്ന് വിചാരിക്കും. ആ 2 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലോട്ടിൻ്റെ സർവേ നമ്പർ വെച്ചിട്ടുള്ള എഗ്രിമെൻറ്റാണ്. എന്നിട്ടാണ് മാസം 12,500 രൂപ. അതല്ലെങ്കിൽ നമുക്ക് അടുത്ത എത്രയാണോ കൊടുക്കേണ്ടത് ആ രൂപ കൊടുത്തുകൊണ്ട്, ഇനി തെറ്റിയാലും കുഴപ്പമില്ല, പലിശയില്ല. ആ മുതൽ തന്നെ ഈ 80 മാസത്തിനുള്ളിൽ അടക്കേണ്ടതുള്ളൂ. ഇനി ഇദ്ദേഹത്തിന് ഇത് ഒരു 79 മാസം അടക്കാൻ പറ്റിയില്ല. 80ാമത്തെ മാസവും ഈ 12 ലക്ഷത്തിൻ്റെ ബാക്കി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 15,000 കൊടുത്തു വിചാരിക്കും. ബാക്കി 11,85,000 കൊണ്ട് കൊടുത്താലും അദ്ദേഹത്തിന് അന്ന് ഈ 12 ലക്ഷത്തിന് ഭൂമി കിട്ടി. അന്ന് 25 ലക്ഷം 30 ലക്ഷമൊക്കെ ആയിരിക്കും ഭൂമിക്ക്. കാരണം ഓഫർ പ്രൈസിന് 6 ലക്ഷത്തിനെടുത്ത ഇന്ന് ഞാനെടുത്ത ഭൂമി എൻ്റെ വൈഫിൻ്റെ പേരിൽ ഇന്ന് 15 ലക്ഷം രൂപയാണ് അതിന്. ഒരു വർഷം ഒരു ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ അത്രയും മാറ്റങ്ങൾ പ്രൊജക്റ്റിന് വന്നില്ലേ? അന്നത്തെ ഈ കാടും പോലെ കിടക്കുന്ന ഒരു സ്ഥലം ഒന്നും ചെയ്തിട്ടില്ല. ഒരു 3 മാസത്തോളം അവിടെയുള്ള വേരുകളും കാര്യങ്ങളൊക്കെ പിഴുതെടുത്തിട്ട് ഈ ചന്ദന കൃഷിക്ക് സജ്ജമാക്കണമെങ്കിൽ പോലും അവിടെ ആ 40 പ്ലോട്ടുകൾക്ക് ശരിക്ക് നല്ലൊരു പൈസ വരും. 3.5 മാസം JCB ഉപയോഗിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ. ഇതൊക്കെ ഉൾപ്പെടെയാണ് ഒരു പാർട്ടിയിൽ നിന്ന് പൈസ വാങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ട് വയനാട് ഇത്രയേ ഉള്ളൂ പണം എന്ന് അല്ലേ, 1 സെൻറ്റിന് ഇത്രയേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഓഫർ റേറ്റിന് കിട്ടിയവർക്കൊക്കെ ലോട്ടറി അടിച്ചു എന്നാണ് ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ കമ്പനി ചെറിയൊരു തുക മാത്രമേ അതിൽ നിന്ന് ലാഭമായിട്ട് കാണുന്നുള്ളൂ. ഇതൊരു സ്വപ്ന സാഫല്യമാണ് MDക്കും ചെയർമാനും. കാരണം ഇന്ത്യയിൽ ഇപ്പം നമ്മൾ തന്നെ പറഞ്ഞില്ലേ, ആട് തേക്ക് മാഞ്ചിയും തട്ടിപ്പ് എന്നോ നടന്നൊരു സ്കാമാണ്. അതിനുശേഷം എത്രയോ കാര്യങ്ങൾ. ഇപ്പോൾ എറണാകുളത്ത് ഒരു കാർ അടിച്ചിട്ടുണ്ടാവില്ലേ, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിയിട്ടുണ്ടാവില്ലേ? അതെന്ന് വെച്ചിട്ട് എറണാകുളം ജില്ലയിൽ കാറുകൾ ഓടാതിരിക്കണ്ടോ? ഇല്ല. നാളെ ഓടാതിരിക്കുമോ? ഇല്ല. കാരണം അതൊരു അപകടമാണ്. അതവിടെ കഴിഞ്ഞു, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ. അപ്പം ഇവിടെ ഒരു അനീഷ് എന്ന് പറയുന്ന വ്യക്തി, കോഴിക്കോടുള്ള വ്യക്തി, പേര് മാറ്റിയിട്ട് എവിടെ എത്തി? പാലക്കാട് എത്തി. എന്നിട്ട് ആ ബാങ്കിൽ നിന്ന് ചെക്കൊക്കെ സംഘടിപ്പിച്ചു. തുടക്കം തന്നെ ഒരു തട്ടിപ്പിൻ്റെ ഒരു കഥ അതിൽ തുടങ്ങണില്ലേ? ഞാൻ തട്ടിക്കാൻ തന്നെയാണ് തയ്യാറെടുത്തേക്കെന്നുള്ള ഒരു നിയത്തോടു കൂടിയ 30 വന്നേക്കണേ ശരിക്കും അല്ലേ. പക്ഷെ ഇവിടെ അതല്ല പറയുന്നത്. ഈ 5 സെൻറ്റ് നിങ്ങളുടെ പേരിൽ ആധാരാക്കി തന്നു.
ആ 5 സെൻറ്റ് നമ്മൾ പേരിൽ കിട്ടിയ എന്താ പിന്നെ ആ ഭൂമി നമ്മുടേതാണ്, അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടേതാണ്. ഇനി എന്താ അതിൽ സംഭവിച്ചാലും നമ്മുടേതാണ് അല്ലേ. പണം കിട്ടി, കാര്യങ്ങൾ കിട്ടി, ഒക്കെ നമുക്കാണ്. കമ്പനി എന്ന് പറയുന്നത് നമുക്ക് അതിനു വേണ്ടിയുള്ളൊരു വഴി ഒരുക്കി തരുന്നൊരു കമ്പനി. അതിനുശേഷം സാൻഡൽവുഡ് ആ ഇൻഫർമേഷൻ സിസ്റ്റം അനുസരിച്ച് ഓരോ കാര്യങ്ങളും അവിടെ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും കമ്പനി നമുക്ക് 15 വർഷം നോക്കി നടത്തി തരാമെന്നുള്ള ഒരു പാട്ട കരാറിലാണ് മുന്നോട്ട് നയിക്കുന്നത്. അതിന് ലാസ്റ്റ് കമ്പനിക്ക് അവസാനം കേട്ടോ 15ാമത്തെ വർഷം ആരാണോ ഓണർ, ആധാരമുള്ള ആൾ, അദ്ദേഹത്തിനാണ് ട്രഷറി വഴി വൈറ്റ് മണി ആയിട്ട് ഗവൺമെൻറ് പണം കൊടുക്കുക. ആ കയ്യിൽ നിന്ന് പണമായിട്ട് കിട്ടുന്ന പൈസയിൽ നിന്ന് പണമായിട്ട് തന്നെയാണ് ഈ 5% കമ്പനിക്ക് നോക്കി നടത്തിയതിന് അന്ന് കൊടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആ 5% കമ്പനി എടുക്കുന്നില്ല. ആരാണോ കമ്പനിക്ക് വേണ്ടി ഇത് വിറ്റ് സഹായിച്ച വ്യക്തി, അദ്ദേഹത്തിന് അതിൽ നിന്ന് 2%, അതായത് 25 ലക്ഷം രൂപ, 5 കോടി കിട്ടുമ്പോൾ 25 ലക്ഷം രൂപ കമ്പനിക്ക് ഉണ്ട്. അതിൽ നിന്ന് 15 ലക്ഷം രൂപ കമ്പനി എടുത്തിട്ട് ബാക്കി 10 ലക്ഷം വിറ്റ് സഹായിച്ച വ്യക്തിക്ക് 15 വർഷത്തിന് ശേഷം കൊടുക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇപ്പം നല്ലൊരു എമൗണ്ട് കമ്മീഷനായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അന്നും ആ കാര്യം കമ്പനി ചെയ്യുന്നു. അപ്പോൾ അതിലൊക്കെ ഒരു നന്മ തീർച്ചയായിട്ടും നമുക്ക് കാണേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 80 മാസം ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ക്യാഷ് ഇല്ല, അപ്പോൾ 15,000 വെച്ചിട്ടൊരു 80 മാസം അടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ 80 മാസം എന്ന് പറയുമ്പോൾ ഒരു 7 വർഷം, 6.5 വർഷം വരും. അപ്പോൾ 6.5 വർഷം ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ 15 അടച്ചു, അത് കഴിഞ്ഞ് 79 തവണയും ഞാൻ മുടക്കിയിട്ട് 80ാമത്തെ തവണ ഞാൻ കംപ്ലീറ്റ് കൊണ്ട് അടച്ചു. അപ്പോൾ അത്രയും നാളെ എൻ്റേതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കിടക്കുന്ന വെറും 15,000 രൂപയാണ്. ആ സമയത്താണ്, മീൻസ് 6.5 വർഷം കഴിഞ്ഞിട്ടാണ്, 6.5 വർഷം ആകുമ്പോഴാണ് ഞാൻ ബാക്കി എമൗണ്ട് കൊണ്ടു തരുന്നത്. അപ്പോൾ കമ്പനിക്ക് അത് ലോസ് അല്ലേ വരുന്നത്? അല്ല, അത് കമ്പനി എന്തായാലും കണക്കാക്കിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ തരുന്ന പണം ഉണ്ടെങ്കിൽ പോലും മാസം തോറും ആ പണം തന്നെയാണ് വരുന്നത്. കമ്പനിയെ സംബന്ധിച്ച് അത് ഇപ്പോൾ ഒരു 10-25 വർഷമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. MD ചെയർമാൻ ചോദിക്കുന്ന ഇത്ര കോടികൾ എന്തിനാണ് ഞങ്ങൾക്ക്, ഇനി സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യണ്ടേ? ഞാൻ പറയുന്ന ഒരു പോയിൻ്റ് അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇങ്ങനൊരു മനസ്സില്ലാത്തൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ സ്ഥാപനത്തിനോ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ ഇവിടെ വെക്കാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും പറ്റില്ല. അപ്പം അങ്ങനെയുള്ളൊരു കമ്പനിയാണ് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നതെന്ന സത്യമാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ഒരു ഓഫർ ആരാ തരാം? പലിശയില്ലാതെ ആരാ തരാം? ഇത്രയും മാസത്തോളം തരാത്തൊരു പണത്തിന് നമുക്ക് എത്ര വേണമെങ്കിലും പലിശ മേടിച്ചുകൂടെ? പലിശയുടെ പലിശ മേടിച്ചുകൂടെ? ഏതെങ്കിലും ബാങ്കിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ? ഒരു ഉദാഹരണം പറയട്ടെ. ഇതൊരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതിൽ താങ്കൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അറിയപ്പെടുന്ന ബാങ്ക് തന്നെ ആയിക്കോട്ടെ, അവിടെ ഒരു 50 ലക്ഷം നിക്ഷേപിച്ചാൽ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ബാങ്കിന് എന്തിനും പറ്റി ഇല്ല, ബാങ്കില്ല, നിർത്തി, എത്ര ലക്ഷം തിരിച്ചു കിട്ടും? റിസർവ് ബാങ്ക് ഗ്യാരണ്ടി പറയുന്നത് വെറും 5 lakhs. ബാക്കി 45 ലക്ഷം അവിടെ പോയി. അപ്പോൾ റിസർവ് ബാങ്കിന് പോലും അത്രയും കാര്യങ്ങൾ ചെയ്യാൻ നിർവാഹമുള്ളൂ. അതുപോലത്തെ ഒരു നിയമമാണ് അല്ലേ? ആ സമയത്ത് പോലും ഇത്രയും മനോഹരമായിട്ടൊരു കാര്യം ചിന്തിച്ച് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ 2.5-3 വർഷക്കാലത്തെ പ്രയത്നം കമ്പനിക്ക് ഇവിടെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. പഠന റിപ്പോർട്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഓരോ വ്യക്തി അങ്ങനെ. ഇപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എത്രയും പെട്ടെന്ന് നമ്മൾ കൈവശം വെക്കാനല്ലേ കരുതുള്ളൂ എല്ലാവരും, മക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു ഒരു ജോലി. ഇപ്പോൾ ഒരാൾ, എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, 15,000 തന്നു, അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. അവന് നമ്മളൊരു ചതിക്കുഴിപ്പെടുത്തല്ലല്ലോ വേണ്ടേ, സഹായിക്കല്ലേ. അവിടെയും കമ്പനി ഉദ്ദേശിക്കുന്ന സഹായം. അങ്ങനെ ഒരു സ്കീമാണെന്നുണ്ടെങ്കിൽ എനിക്കും ആ രീതി തന്നെയാണ് MD ചെയർമാൻ ഞങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 6.5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ യാതൊരുവിധ പലിശ എടുക്കാണ്ട് 6.5 വർഷത്തിൽ ബാലൻസ് തുക വാങ്ങിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു നന്മയുണ്ടാവാം. അത് മാത്രമല്ല, ഈ 80ാമത്തെ മാസവും പണം തരാൻ പറ്റില്ല എന്ന് വിചാരിക്കും. ഈ 15,000 അവിടെ ഉണ്ടല്ലോ, ആ 15,000 തിരിച്ചു കൊടുക്കും. ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് ഈ 80 മാസവും നമ്മളുടെ തന്നെ ആയിരിക്കും, ആ സ്ഥലം എഗ്രിമെന്റ് ഉണ്ടാവും നമുക്ക്. ഓക്കെ, അപ്പോൾ ആ മാസം കൂടി കൂട്ടിയിട്ടാണോ ഈ 15 വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്? ഓൾറെഡി വളരല്ലേ, ഈ നിൽക്കുന്ന സമയത്തും ചന്ദനമരം അവിടെ വളരും. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 15 ഞാൻ തന്ന സമയം മുതൽ ഉള്ള 15 വർഷം അതിനൊരു കരാറുണ്ട്. 2 ലക്ഷം രൂപ മിനിമം. ഈ 15,000 എന്നത് 1.95 ആവും. 1,95,000 ആകുമ്പോൾ അവിടെ നമുക്ക് പ്ലോട്ട് സെലക്ട് ചെയ്യാം. ആ സർവേ നമ്പർ വെച്ചിട്ടാണ് അടുത്ത കരാറ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 1.95 ആവുമ്പോൾ മുതലുള്ള 15 വർഷം നമ്മൾ മിനിമം നമുക്ക് കമ്പനിക്ക് ഒരു ഗ്യാരണ്ടി ഇട്ടുണ്ട്. അല്ലെങ്കിൽ താങ്കൾ നമ്മളെപ്പോഴും കമ്പനിയെ പൂട്ടിക്കാനല്ലല്ലോ നോക്കാം, കൂടെ നിൽക്കാനല്ലേ. അതുണ്ടെങ്കിലല്ലേ നമുക്കും ഗുണം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കമ്പനിയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിലനിൽക്കണമെങ്കിൽ 3 തരത്തിലുള്ള കാര്യങ്ങൾ റെഡി ആയിരിക്കണം. ഒന്ന്, കമ്പനിക്ക് ലാഭം ഉണ്ടാവണം. 2, വാങ്ങുന്ന വ്യക്തിക്ക് ലാഭം ഉണ്ടാവണം.
3 വിൽക്കുന്ന വ്യക്തിക്കും ഒരു ഗുണം ഉണ്ടാവണം. ഇത് 3ഉം ചേർത്ത് വെച്ചുകൊണ്ട്, അതായത് ഒരാൾക്കും ലോസ് ഇല്ലാതെ 100% വിജയകരമായിട്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് റിയൽ എസ്റ്റേറ്റിൽ ഈ ഒരു പ്രൊജക്റ്റ്. കാരണം ഏതെങ്കിലും വ്യക്തിക്ക് ഇവിടെ നഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹം ആ ഭാഗത്തേക്ക് വരില്ല അല്ലേ. ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും വരില്ല, വിൽക്കാൻ ഒരാളും വരില്ല. കമ്പനിക്ക് നഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും കമ്പനി ആ ഭാഗത്ത് നിൽക്കില്ല. ഇതിപ്പോൾ കമ്പനി ഓൾറെഡി കുറേ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്കവിടെ എന്തായാലും അപ്പുറം ലാഭം ഉണ്ടാവും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ. ആരെങ്കിലും ലോസ് ചെയ്യുമ്പോഴും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാണ്. ആ മനസ്സുള്ളതുകൊണ്ടാണ് കമ്പനിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ഈ 2 ലക്ഷം ആയി കഴിഞ്ഞാൽ, അതായത് 1.95 ആയി കഴിഞ്ഞാൽ നമ്മളുടെ പേര് തന്നെ രണ്ടാമത്തെ കരാറിൽ സർവേ നമ്പർ വെച്ച് പുതുക്കും. 15 വർഷം എന്നുള്ളത് അവിടെ മുതൽ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. 15 വർഷം വേണ്ടല്ലോ, പിന്നെ നമുക്ക് വരുന്നത് കുറച്ച് സമയങ്ങളല്ലേ. 2 ലക്ഷം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 12 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം ആവുന്നവരേലേ ഉള്ളൂ, 6.5 വർഷമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വളർച്ചയാണ് 15 വർഷം പറയുന്നത്. 6.5 വർഷത്തേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഈ 15 കൊടുത്ത് ഞാനത് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ആ മരം വെച്ചിട്ടുണ്ടല്ലോ, ഉണ്ട്. അവിടെ മുതലുള്ള 15 വർഷമാണോ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതോ ഈ 1.95 ആയി ആ സമയം മുതലുള്ള 15 വർഷമാണോ? അല്ല, അത് നമ്മളൊരു സ്കീമല്ലേ ഇപ്പോൾ പറഞ്ഞോളൂ. പലിശരഹിത വായ്പയിലൂടെ, അതായത് EMI നമുക്ക് തരുന്നു എന്നല്ലേ പറഞ്ഞേ. സത്യം പറഞ്ഞാൽ ആ പ്ലോട്ട്, അതായത് അതിൽ പോലും 6.5 വർഷത്തെ വളർച്ച ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ബാക്കിയല്ലേ വേണ്ടു 15 വർഷത്തേക്ക്. ഓക്കെ, അത് മാത്രമേ നമുക്ക് പിന്നീട് ആവശ്യം വരുന്നുള്ളൂ. അവിടെ തൊട്ട് 15 വർഷം പിന്നെ വേണ്ടല്ലോ. 6.5 വർഷത്തെ വളർച്ച അവിടെ വന്നല്ലോ. ബാക്കി 15 വർഷത്തേക്ക് എത്ര ഉണ്ടോ അത്രയും മതി. 6.5 എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 8.5 വർഷം മതിയാവും. ക്ലിയർ. അതും വേണ്ടി വരില്ല. കാരണം ഞങ്ങൾ ഇപ്പോൾ IWST ഉണ്ട്, ഇന്ത്യൻ വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മരങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരുപാട് സെർച്ച് ചെയ്യുന്ന ആളുകൾ അതിലുണ്ട്. അവരുടെ കണക്കനുസരിച്ച് 4 വർഷം വേണം. ഇത് ഇന്ന് 1 വർഷവും ഒരാഴ്ചയും നമ്മൾ മുന്നിട്ടിട്ടുള്ളൂ. ഇത് നട്ടിട്ട് ഇന്ന് 16.5 സെൻറ്റിമീറ്റർ വരെ ചുറ്റളവ് വന്നു കഴിഞ്ഞു. 50 സെൻറ്റിമീറ്റർ ആയാൽ 15 വർഷം കൊണ്ട് മുറിക്കാം എന്നാണ് ഗവൺമെൻറ് പറയുന്ന കണക്ക്. 50 സെൻറ്റിമീറ്റർ 16.5, അപ്പോൾ 15 സെൻറ്റിമീറ്റർ കണക്കാക്കിയാൽ മതി കോമൺ ആയിട്ട്. 1 വർഷവും ഒരാഴ്ച കൊണ്ട് 15 സെൻറ്റിമീറ്റർ ആയെങ്കിൽ 2 വർഷം കൊണ്ട് അത് 30 സെൻറ്റിമീറ്റർ ആയില്ലേ. കണക്കിന് 4 വർഷം വേണ്ട, 6 വർഷം എടുത്തോ. 60 സെൻറ്റിമീറ്റർ ആയാലും പറയുന്നതിനേക്കാൾ 10 സെൻറ്റിമീറ്റർ കൂടി. അപ്പോഴും നമ്മൾ പറയുന്നത് 15 വർഷം തന്നെയാണ്. കാരണം ഈ 15 വർഷം കൊണ്ട് എത്രയാവും? 100 സെൻറ്റിമീറ്ററിന് മേലായി കഴിഞ്ഞാൽ ഇന്ന് പറയുന്ന കണക്കിനേക്കാളും ഡബിൾ, 5 കോടി എന്നുള്ള 10 കോടി കിട്ടാം. ഇപ്പം നമ്മൾ അനന്ത സാധ്യതയാണ്. ഒരു പ്ലോട്ട് എടുക്കുന്ന ആൾ, അതായത് ഈ 12 ലക്ഷം അല്ലെങ്കിൽ ഈ ഇത്ര കൊടുത്തിട്ട് എടുക്കുന്ന ഒരു പ്ലോട്ടിൽ നിന്ന് നമ്മൾക്ക് ഈ 15 വർഷം കൊണ്ട് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു എമൗണ്ട് എത്രയാണ് പറയുന്നത്? ശരിക്കും ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഗ്യാരണ്ടി ചെയ്യുന്നത് 1,52,00,000 രൂപ ഇന്നത്തെ റേറ്റ്. നമ്മൾ ഇന്ന് ഗ്യാരണ്ടി പറയുമ്പോൾ ശരിക്കും ഇന്നത്തെ റേറ്റേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഗവൺമെൻറ് പറയുന്നൊരു കാര്യം നമ്മളിപ്പോഴും പറയുന്നത്, നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. MD ചെയർമാൻ പറയുന്നു, നിങ്ങൾ വരൂ, വയനാട് വന്ന് കാണൂ, തൊട്ട് തലോടി ചന്ദന മരങ്ങൾ വളരുന്നുണ്ടോ, സ്ഥലം അവിടെ ഉണ്ടോ, ബ്ലാക്ക് സോയിലാണോ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണോ, നിങ്ങൾ അറിയൂ. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ വാങ്ങുന്ന ഭൂമി നമ്മൾ കാണണ്ടേ, വിശ്വസിക്കണ്ടേ, ചന്ദനം വളരുന്ന കാണണ്ടേ, കോട്ടേജ് ഉണ്ടോ, പണി നടക്കുന്നുണ്ടോ ഒക്കെ അറിയണ്ടേ. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം എടുത്താൽ മതി എന്നാണ് MD ചെയർമാൻ ഞങ്ങൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. അപ്പോൾ കമ്പനി ഇവിടെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്, അതിനുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെ ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് എറണാകുളത്തുനിന്നോ ഇനി തൃശ്ശൂരിൽ നിന്നോ കോഴിക്കോട് നിന്നോ എവിടെ നിന്നാണ് കയറുന്ന അതേ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിന് അതേപോലെ ഇറക്കി വളരെ എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ ചെയ്തു കൊടുത്ത് സ്ഥലം കണ്ട് മനസ്സിലാക്കി തിരിച്ചു പോരാവുന്ന ഒരു കാര്യം കൂടി കമ്പനി ചെയ്തു കൊടുത്തിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റിനെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ഓൾറെഡി ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഈ ഒരു കമ്പനി ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം വെറുതെ പറയുന്നതല്ല അത്. കാരണം നമ്മൾ വിശ്വസിച്ച്, അതായത് തൃപ്തിപ്പെട്ട് ചെയ്താലേ അത് വിജയിക്കുള്ളൂ. ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്നാണ് പറയുക. കഷ്ടപ്പെട്ടുകൊണ്ടൊന്നും ചെയ്യരുത്. സംശയത്തിൻ്റെ ഒരു ലെവലേശം മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അതാണോ എന്ന് ചിന്തിച്ചു പോകും നമ്മൾ, അല്ലേ? പക്ഷെ അതുപോലും ഇല്ലാതെ വ്യക്തമായ ധാരണയോടെ എല്ലാം കൃത്യമായിട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ കമ്പനിക്ക് ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രശസ്തരായ പലരും ഇന്ന് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരാനും കാരണം. ഉറപ്പായിട്ടും ആ ഒരു രീതിയിൽ മുന്നോട്ട് വെക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ ഒരാൾ ഒരു ബെഗർക്ക് കാശ് കൊടുക്കുന്നതിനേക്കാളും ഒരു 5 രൂപയുടെ പേനയും കൊണ്ടുവന്നിട്ട്
സെയിൽ ചെയ്ത് നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിന് തമ്മിൽ വ്യത്യാസമുണ്ട്. ചുമ്മാ ബെഗ് ചെയ്ത് ഒരാൾക്ക് വെറുതെ ക്യാഷ് എടുത്ത് കൊടുക്കണമെന്ന് ഞാനും പറയില്ല. ഒരു ബെഗർക്ക് ക്യാഷ് കൊടുക്കുന്നതിനോട് ഞാനും എതിർപ്പുള്ള ആളാണ്. വെറുതെ ആവതുണ്ടായിട്ടും ഭിക്ഷ തണ്ടാൻ നടക്കുന്നവർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുന്നത് ഭഗവാന് പോലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ആ സമയത്ത് ഈ നമ്മൾ വഴിയിലൊക്കെ എന്തെങ്കിലും നിസ്സാര ഒരു സാധനം വിറ്റിട്ട് അതിനുള്ള കൂലി ചോദിക്കുന്നവനോട് നമുക്കുണ്ടാവുന്നൊരു ഇഷ്ടവും ബഹുമാനവും വേറൊരു ലെവൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ചൊരു റിസ്ക് എടുക്കാൻ തയ്യാറായി തിരിച്ചു വരുന്നതിനോട് ഞാനും യോജിക്കുന്നു, കുഴപ്പമില്ല. പക്ഷേ അതിനിടയിൽ ചില ബാങ്കുകൾ നമ്മളൊരു 7.5 വരെ FDക്ക് ഒരു പലിശ നിരക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഒരു 12 ലക്ഷത്തിന് നമ്മളൊരു 15 വർഷം കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്താലും ഈ പറയുന്ന 1.52 വരുന്നുണ്ട്. അല്ല, അത് ഇപ്പോഴത്തെ റേറ്റ് ശരിക്കും പറഞ്ഞാൽ 5,80,00,000 രൂപയാണ് അടുത്ത 15 വർഷം കഴിഞ്ഞാൽ IWST പറയുന്ന രീതിയിലേക്ക് ഈ ഒരു കൃഷി ചെയ്ത വ്യക്തിക്ക് കിട്ടാൻ പോകുന്നത് 5,80,00,000 രൂപ. പക്ഷെ ഇന്നത്തെ റേറ്റാണ് ഞാൻ 1,52,00,000 ഷുഗറായിട്ടുള്ള ഇന്ന് പറയുന്ന കണക്കനുസരിച്ച്. കാരണം 1980 വെറും 20 രൂപ ഉണ്ടായിരുന്ന ചന്ദനം 2023 20,000 രൂപയായി, 1000 മടങ്ങ് വർദ്ധിച്ചു. സ്വർണത്തിന് വെറും 78 മടങ്ങ് വർദ്ധിച്ചിട്ടുള്ളൂ 1980 മുതൽ 2023 വരെ. ആ സമയത്ത് ചന്ദന മരത്തിൻ്റെ കാതലിന് അത് 1000 മടങ്ങാണ് വർദ്ധിച്ചത്. ഒന്ന് വ്യത്യാസം മനസ്സിലാക്കി നോക്കിയേ. അപ്പോൾ ഇനിയും വർധനമാണ് പറയുന്നത്. ഒരിക്കലും അതായത് ലോകത്ത് 6000 ടൺ ചന്ദനമാണ് ആവശ്യം, ഇന്ത്യയിൽ 2000 ടൺ ആവശ്യമുണ്ട്, വേൾഡിൽ 6000 മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗം നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിലാണ്, മറയൂരിലാണ് ഈ ചന്ദനത്തിൻ്റെ ആദ്യത്തെ ഉത്ഭവം പൊട്ടിമുളച്ചത്. നമ്മുടെ മലയാളത്തിൻ്റെ കരയിലാണ്, മറയൂരിലാണ്. പക്ഷെ ഇന്ന് മലയാളികളടക്കം ഔഷധി ആയിക്കോട്ടെ, ഇനി കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻറ്റ് കമ്പനി ആയിക്കോട്ടെ, ഔഷധി, അതുപോലെ പല ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക്, തിരുനാവായ ക്ഷേത്രത്തിലേക്ക്, ശബരിമല ഒക്കെ ചന്ദനം വാങ്ങുന്നത് ഇവിടുന്ന് മറയൂരിൽ നിന്ന് ലേലം ചെയ്തിട്ടെടുക്കാം. വർഷത്തിൽ 2 ലേലമുണ്ട്. പക്ഷെ ഇന്ത്യയിലേക്ക് ആവശ്യമുള്ള ചന്ദനം പല സ്ഥലത്തുനിന്നും കിട്ടാൻ നോക്കുന്നത്. അതായത് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ക്വിൻറ്റിസ് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയുടെ എന്നാണ് നമ്മളും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? അതും ഇന്ത്യൻ ചന്ദനം, ഇന്ത്യൻ സാൻഡൽവുഡ്, 3rd ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി അല്ല. നമ്മളിവിടെ വരുന്നത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. മറയൂരിൽ വിലാഹിത് ബുദ്ധ എന്ന് പറയും, അത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. അതിനെ മറികടന്നുകൊണ്ട് എന്തുകൊണ്ട് ഇവർക്ക് വിൽക്കാൻ സാധിക്കുന്നു? ഇവിടെ ഹൈ ഡിമാൻഡ് ഇല്ല. 1 കിലോ ചന്ദനമാണ് ലേലം ചെയ്തെടുക്കാൻ പറ്റുക. താങ്കൾക്ക് മറയൂരിൽ പോയാൽ എൻ്റെ ഐഡി വെച്ചിട്ട് എനിക്ക് 1 കിലോ കിട്ടുള്ളൂ. താങ്കൾക്ക്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കിലോ കിട്ടുള്ളൂ. എന്താ? ഹൈ ഡിമാൻഡാണ്. ഇല്ല, 96 ടണ്ണേ ഇവിടെ കിട്ടുന്നുള്ളൂ, ഉൽപ്പാദനമുള്ളൂ ഇന്ത്യയിൽ. 96 ടൺ, 2000 ടൺ ആവശ്യമുള്ളപ്പോൾ, അല്ലെങ്കിൽ 98 ടൺ ആയിക്കോട്ടെ, 1902 ടൺ ഇവിടെ ഇല്ല. നമ്മൾ വാങ്ങുന്നത് ഓസ്ട്രേലിയ ക്വിൻറ്റിസ് എന്ന് പറയുന്ന ആ പ്രൈവറ്റ് കമ്പനിയുടെ നിന്ന് അവർ പറയുന്ന റേറ്റിലാണ്. വിരോധാഭാസമാണ്. കാരണം നമ്മുടെ പേരിലുള്ള നമ്മുടെ തറവാടിത്തം നമ്മൾ തൽക്കാലം പണയം വെച്ചേക്കാണ്. ആ അസ്തിത്വം തിരിച്ചു പിടിക്കാനാണ് ജസ്പെയ്ഡ് ഇന്ന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന ആ സന്തോഷ വാർത്ത കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മൾക്ക് ഇപ്പോൾ വയനാടാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സ്ഥലം, നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സ്ഥലം. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീടുകളിലും ഇങ്ങനെ ചന്ദനം വെച്ച് പിടിപ്പിക്കാനുള്ള സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താമരംകുളം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ചന്ദന കൃഷി നടത്തിയ ആൾക്കാരെ പറ്റിയിട്ട് അറിവുണ്ട്. അപ്പോൾ അതും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം എങ്ങനെയാണ് വരുന്നത്? അല്ല, ഇപ്പോൾ 2002 മുതൽ നമ്മളോട് ചന്ദനം വെച്ചോളം ഗവൺമെൻറ് പറയുന്നുണ്ട് 70-30, 70% നമുക്ക്, 30% ഗവൺമെൻറ്. അതായിരുന്നു അന്ന് നിബന്ധന. പക്ഷേ 2012 തുടങ്ങി 2014, 2017 നിയമങ്ങളിലൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 100% തരാം, വെട്ടുകൂലി മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെന്ത് ചന്ദനം വെച്ചില്ല? എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചില്ല, താങ്കളുടെ വീട്ടിൽ വെച്ചോ? വെച്ചില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് അജ്ഞതയാണ്, പഠിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. പക്ഷെ ഇപ്പോൾ 2024 ബജറ്റിൽ, ജനകീയ ബജറ്റിൽ ബാലഗോപാൽ സാർ പറഞ്ഞെന്താ? ഇത് സുതാര്യമാക്കുന്നു, ഇതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെയെങ്കിലും വെക്കട്ടെ. കാരണം ഇത് 4 സ്റ്റേറ്റിലാണ് മെയിനായിട്ട് പറ്റുക. ഒന്ന് ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം. ഈ 3 സ്റ്റേറ്റുകളും ഇത് നിലവിൽ കൊണ്ടുവന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന പ്രകാരം. നമ്മളിപ്പോഴേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 2024 ബജറ്റിൽ ഇത് പാസ്സാക്കുകയും ഇതിന് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന പറഞ്ഞ രീതിയിൽ തന്നെ ഒക്ടോബർ മാസത്തിൽ തന്നെ എന്ത് ചെയ്യാം? ചന്ദനമരം നമുക്ക് വെട്ടാം ഈ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്.
നമുക്ക് സ്വന്തമായി വെട്ടാം, അതിന് അറിയിപ്പ് കൊടുത്താൽ മതി, അവരറിയിക്കുക, വെട്ടുക. കൊടുക്കുന്നത് ഗവൺമെൻറ്റിലേക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഒഫൻസാണ്. ഇത് സ്വീകരിക്കുക. അത് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു ഉൽപ്പന്നം നമ്മൾ കൊണ്ടുവന്നാൽ ഇത് വിൽക്കാനാണല്ലോ ഏറ്റവും വലിയ പാട്. കോടികൾ നമ്മൾ ചിലവാക്കുന്നത് പരസ്യത്തിനാണല്ലോ. ഇവിടെ ബയ്യർ ആരാ? ഗവൺമെൻറ്റാണ്. എവിടെയും നമ്മൾ പോകണ്ട. ഇത് ഏറ്റുവാങ്ങാൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഉപയോഗം നടത്താറുണ്ട്. മരുഭൂമിയിൽ ഇങ്ങനെ ഒരു വെള്ളത്തുള്ളി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ എന്തിനാ 2000 ടൺ ചന്ദനം ഇവിടെ വേണം, 98 ടണ്ണേ ഉള്ളൂ, ബാക്കി ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ വീണ് കിട്ടുന്നത് എടുക്കാൻ തയ്യാറായി ഇവിടെ ബയ്യറായി ഗവൺമെൻറ് ഒക്കെയാണ്. ട്രഷറി വഴി വൈറ്റ് മണി നമ്മൾക്ക് അക്കൗണ്ടിൽ തരികയാണ്. ഇത്രയും സുതാര്യമായ ഒരു കൃഷിയെ നമ്മൾ എന്തുകൊണ്ട് വെറുക്കണം അല്ലെങ്കിൽ പേടിക്കണം? ഇവിടെയാണ് ജസ്പെയ്ഡ് നെഞ്ചിലേറ്റിയത്. കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ചേർത്ത് നിർത്തിക്കൊണ്ട് അവാർഡുകൾ തരാൻ കാരണം ഈ ഒരൊറ്റ കാര്യമാണ്. ഇവിടെ ആവശ്യമുള്ള കാര്യത്തിലേക്ക് സധൈര്യം മുന്നിട്ടിറങ്ങിയ ഒരേ ഒരു കമ്പനിയെ ഇന്ന് ഇന്ത്യയിൽ കാണാനുള്ളൂ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് വേറൊരു കമ്പനി, അതായത് 420ഓളം പേരെ ഈ ഒരു കാര്യത്തിനു വേണ്ടി ക്ഷണിച്ചിട്ട് ഒരേ ഒരു കമ്പനി ഏറ്റെടുത്തുള്ളൂ. അതാണ് ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റ്. ബാക്കി 419 പേരും ഇത് ഏറ്റെടുത്തിട്ടില്ല, ധൈര്യം കാണിച്ചില്ല. ഇവിടെ ഒരു ചങ്കൂറ്റം കാണിച്ചു എന്നുള്ളതാണ് സത്യം. ഇതിന് നല്ല റിസ്ക് ഉണ്ട്. കാരണം ഇതിന് ചിപ്പ് ഒക്കെ പല കാര്യങ്ങളും. ഇതിന് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ സെക്യൂരിറ്റിയാണ്. ഹൈ സെക്യൂരിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിപ്പോൾ എല്ലാവരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറഞ്ഞു ചിപ്പ്, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് IWST അംഗീകരിച്ച ചിപ്പാണ്. ഹിറ്റാച്ചിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന് ഫുൾ ഗ്യാരൻറ്റിയാണ് പറയുന്നത്. ഇൻഷുറൻസ് വരെ ഉണ്ട്. ഈ ഒരു ചിപ്പിൽ നിന്നും മറികടന്നുകൊണ്ട് ഒരു കൈ കൊണ്ടോ ലോഹം കൊണ്ടോ ആഞ്ഞടിച്ചാൽ പോലും വേണ്ട, അങ്ങനെ വെട്ടണ്ട. ഇത് വേരോടെ പിഴുതെടുത്താൽ പോലും ആ വൈബ്രേഷനിൽ ഈ ചിപ്പ് വർക്ക് ചെയ്യുന്നു. 10 മൊബൈലിലേക്ക് അലാറം. ലോക്കൽ പോലീസ് സ്റ്റേഷൻ, നമ്മുടെ ഗൺമാൻ ഉണ്ട്, അതുപോലെ ഓണറുടെ മൊബൈൽ, ഇങ്ങനെ 10 മൊബൈലിലേക്ക് അലാറം കിട്ടും. അപ്പോൾ ഒരു കാരണവശാലും ഈ ചന്ദനത്തെ അവിടെ നിന്ന് മറികടന്ന് കൊണ്ടുപോകാൻ ഒരാൾക്ക് സാധിക്കാത്ത രീതിയിലുള്ള ഹൈ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള, നമ്മൾ ഒരു തമാശക്ക് ഞാനൊരു കാര്യം ഉപയോഗിക്കാൻ, പണ്ട് നാണപ്പേട്ടൻ കൃഷി ചെയ്തത് തോളിൽ തോർത്തിട്ടിട്ടാണ്. പക്ഷെ ഇപ്പോൾ കോട്ടിട്ട ചുള്ളന്മാരാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് വരെ, അപ്പോൾ ആ കാലം മാറുന്നു, കൃഷി രീതികളും മാറുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് വരെ ഹൈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൃഷിയെ മുന്നിട്ടിറക്കിക്കൊണ്ട് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൽ 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ബൃഹത്തായ ഇന്നൊവേറ്റീവായ ഒരു പ്രൊജക്റ്റിനാണ് ഈ അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാർ പറഞ്ഞു ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് EMI വഴിയുള്ള സൗകര്യത്തിനെ കുറിച്ച്. അപ്പം എന്തായാലും ഇതിന് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. നമ്മൾ പ്രോപ്പർട്ടിയിൽ 5 സെൻറ്റിൽ 20 തൈകൾ, അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയായിരിക്കും അപ്പോൾ EMI ഉള്ള ഒരു പ്ലോട്ടിൻ്റെത്? യെസ്, അത് ശരിക്കും കമ്പനി ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് സാൻഡൽവുഡ് ഇൻഫർമേഷൻ സിസ്റ്റം അനുസരിച്ചാണ് ചെയ്യുന്നത് അവിടുത്തെ ഓരോ. അപ്പോൾ ഇതിനൊരു ഗ്രൂപ്പ് വെൽഫെയർ അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ 40 പ്ലോട്ടുകളാണ് 2 ഏക്കർ എന്ന് പറഞ്ഞു. ഓരോ 40 പേരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഇവരും കൂടി ചേർന്നിട്ടാണ് ഇതിലേക്ക് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേരള ഗവൺമെൻറ് 50 കോടി ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് മന്ത്രി നിർമ്മല സീതാരാമൻ അന്ന് ബജറ്റിൽ 2000 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതുപോലൊരു കൂട്ടായ്മ, കൃഷിക്കാരെ കൂട്ടായ്മ നടത്തി കഴിഞ്ഞുള്ള ഗുണം ഇത് നമുക്ക് ഇതിലേക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല, കാരണം ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ പുതിയ പ്രൊജക്റ്റ്, അപ്പോൾ നമ്മളിലേക്കും ഈ ഒരു ഗുണം. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇന്നലെ മാതൃഭൂമിയിൽ വന്നൊരു ന്യൂസ് ഉണ്ട്. 3 വർഷത്തെ ചന്ദനമരത്തിന് 50 രൂപ വീതം 15 വർഷക്കാലം കൊടുക്കും എന്ന് ഇപ്പോൾ ഒരു നിയമം ഇന്നലെ വന്നിട്ടുണ്ട്. അത് മാതൃഭൂമി ന്യൂസിൽ നമ്മൾ ഇന്നലെ വായിച്ചു. അപ്പം അതുപോലെ സുതാര്യമായ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ഇങ്ങനെ പ്രൊജക്റ്റുകളാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഗ്രൂപ്പ് ഫാമിംഗ് വെൽഫെയർ അസോസിയേഷൻ രൂപീകരിച്ചിട്ട് അവരും കൂടി മുന്നിട്ട് നിന്നുകൊണ്ടാണ് കമ്പനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് ഈ ഒരു കൃഷിയെ നമ്മൾ വിജയിപ്പിച്ചെടുക്കുന്നത്, 100% സക്സസ്സിലേക്ക് എത്തിക്കാൻ. അതിൻ്റെ പരിപാലനം എങ്ങനെയാണ്? അപ്പോൾ പരിപാലനം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ 2 ഏക്കറിലും 5 ജോലിക്കാരെ നമ്മൾ നിയോഗിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ വേണം. 15 കൊല്ലം കൊണ്ട് അവർക്കുള്ള ശമ്പളം തന്നെ വെറും 800 രൂപ കണക്കാക്കിയാൽ പോലും 2 കോടിക്ക് മേലെ ഇവർക്ക് ഒരു 15 വർഷത്തേക്ക് വരുന്നുണ്ട്. സത്യം പറഞ്ഞെ അടുത്ത 1.5 വർഷം, 2 വർഷം, 3 വർഷം കഴിഞ്ഞാൽ ഈ 800 മതിയാവുമോ? പോരാ, അവർക്ക് 1500 ആക്കേണ്ടി വരില്ലേ? 2000, 5000 ഒക്കെ ആക്കേണ്ടി വരില്ലേ ഈ 15 വർഷത്തിനുള്ളിൽ? പക്ഷെ അതൊന്നും കണക്കാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഭൂമി എടുക്കുന്ന എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ലാഭമെന്ന് ഞാൻ പറയും. കാരണം കമ്പനി ഒരു മിനിമം ബഡ്ജറ്റിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ 5 ജോലിക്കാർ മാത്രമല്ല, ഒരു ഗൺമാൻ ഉണ്ടാവും, നായ്ക്കളുണ്ടാവും,
ഇനി ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5 അടി 6 അടി ഉള്ളൂ. ഇത് നമ്മൾ 12 അടി 13 20 അടി വരെ ഉയർത്തിയിട്ട് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യുന്നുണ്ട്, ഷോക്ക് കൊടുക്കുന്നുണ്ട്. മനുഷ്യനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ അതുണ്ട്. ഇനി അതല്ല, ഇടവിള കൃഷി, ഇത് അർദ്ധപരാഗ സസ്യമാണ്. ഇത് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നത് സത്യത്തിൽ എങ്ങനെയാണ്, ഇപ്പോൾ കോടി നഷ്ടമാണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ അതിനുള്ള ഉത്തരം കൂടി ഞാൻ പറയാം. ഇവിടെ ഇടവിള കൃഷിയുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പൊന്നാങ്കണ്ണി ചീരന് വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞു ഇത് അർദ്ധപരാഗ സസ്യമാണ്. ഇതിന് സ്വന്തമായി വെള്ളം വലിച്ചെടുക്കാനുള്ള ശേഷി 40-50% ഉള്ളൂ. ഇതിന് ചന്ദന കൃഷിക്ക്. അപ്പോൾ വീരപ്പനെ കുറ്റം പറയണ്ട, ചന്ദനവും നല്ലൊരു മോഷ്ടാവാണ്. കാരണം ഇത് ഈ ഇടവിള കൃഷി ചെയ്യുന്ന ഓരോ ചീരയിന്നും പൊന്നാങ്കണ്ണി ചീരയിൽ നിന്ന് ഇതിൻ്റെ വേരിൽ നിന്നാണ് ഇതിനുള്ള ഭക്ഷണവും ലവണങ്ങളും വളമൊക്കെ വലിച്ചെടുക്കുക. ഓക്കെ, ജലമൊക്കെ. ഇനി ഇത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ ഇത് പോരാതെ തൂവരപ്പയർ വെച്ച് കൊടുക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ വേര് പോരാ. കാരണം എന്താ, ചന്ദനത്തിൻ്റെ വേര് വലുതാവും. അപ്പോൾ തൂവരപ്പയറിൻ്റെ വേര്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ നട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മാതള നാരങ്ങയാണ്. അത് കഴിഞ്ഞ് ഈ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യുന്ന ഓരോ കോമ്പൗണ്ടുമ്പോഴും നമ്മളെന്താ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ കുരുമുളകാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ഇട്ട കമ്പനിക്കാണ്. അതിൽ നിന്നും ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ റെൻ്റായിട്ട് ഓരോ 5 സെൻറ്റുകാരനും പ്രതിവർഷം 5000 രൂപ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നുണ്ട് റെൻ്റായിട്ട്. ഒരു കാര്യം മനസ്സിലാക്കും, വർഷം തോറും 5000 രൂപ കമ്പനി അതിൽ നിന്ന് നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. 10000 രൂപയാണ് മെയിൻ്റെനൻസ് ഫീസായിട്ടായി നമുക്ക് കമ്പനിക്ക് കൊടുക്കേണ്ടത്. അതിൽ നിന്ന് 5000 തിരിച്ചിടുമ്പോൾ വെറും 5000 രൂപ വർഷം നമുക്ക് വരുന്നുള്ളൂ. മാസം 450 രൂപ. ഒരു ജോലിക്കാരൻ്റെ ഒരു ദിവസത്തെ വേതനം പോലും ഈ 5 സെൻറ്റുകാരന് മാസം കൊടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഓരോ കാര്യത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴേ നമ്മളതിനെക്കുറിച്ച് പഠിക്കുകയുള്ളൂ. ഒന്നാലോചിക്കും, മാസം 450 എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് 5 പണിക്കാരുണ്ട്. ഒരു വ്യക്തിക്ക് 800 രൂപ ഒരു ദിവസം കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ പകുതിയേ വരുന്നുള്ളൂ ഒരു മാസം ഒരു 5 സെൻറ്റ് എടുത്ത വ്യക്തിക്ക്. അത് ഗ്രൂപ്പ് ഫാമിംഗ് വെൽഫെയർ അസോസിയേഷൻ രൂപീകരിച്ച് 40 പ്രൊജക്റ്റാക്കി ചെയ്യുന്നതുകൊണ്ടാണ് അത് നമുക്ക് പറ്റുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഒരു ബയ്യർക്ക്, ഈ സ്ഥലം വാങ്ങുന്ന ആൾക്ക്. ഇപ്പം മരം പറഞ്ഞു, നമ്മൾ കട്ട് കൊണ്ടുപോകുന്നൊരു സാധനമാണ് വീരപ്പം വരെ കട്ട സാധനമാണ്. അത്രയും വിലയുണ്ട്. ഇതിനൊരു വീഴ്ച പറ്റിയല്ല, അതായത് കാതൽ ഫോം ചെയ്യാതിരിക്കുക, അതല്ലെങ്കിൽ വെച്ച സാധനം മറ്റ് തൈകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ ഒരു കാറ്റ് വന്നത് നശിച്ചു പോവുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്ഥലം വാങ്ങിയ ഒരാൾക്ക് കമ്പനി എന്തെങ്കിലും ഓഫർ ഉണ്ടാവുമല്ലോ? യെസ്, വെരി ഗുഡ്, നല്ലൊരു ചോദ്യമാണ്. അതെന്ന് വെച്ചാലേ നമുക്കിപ്പോൾ ഈ ഒരു 5 വർഷം വരെ കമ്പനി റീപ്ലാന്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. 5 വർഷം കഴിഞ്ഞ് 5 വർഷം എത്തണം. എന്നാലേ നമുക്ക് ഇപ്പോൾ കാതിലൊക്കെ ഫോം ചെയ്ത് തുടങ്ങുമ്പോഴേ ഒരു മരമായിട്ട് അത് അംഗീകരിക്കപ്പെടുള്ളൂ. അപ്പം അതുവരെ കമ്പനി അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പരിരക്ഷ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞ 1000 ചന്ദന മരം വെച്ചിട്ട് ആകെ 2 എണ്ണേ പോയുള്ളൂ കേട്ടോ. അതും നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതിന് ആദ്യം കുഞ്ഞുമക്കളെ പോലെയാണ് നോക്കേണ്ടത്. 2.5 വർഷം 3 വർഷം. അത് കഴിഞ്ഞാൽ വേരിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കുഴപ്പമില്ല, പിന്നെ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകും. പക്ഷെ എന്നാൽ ഇതിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ റീപ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 മരങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഓൾറെഡി അവിടെ തന്നെ നമ്മൾ ഫാമിൽ റീപ്ലാന്റ് ചെയ്യാനുള്ള മരങ്ങളൊക്കെ അത്രയും നമ്മൾ ഇതേ പ്രായമുള്ള മരങ്ങൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3rd ഇയറിലാണ് അത് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ 3rd ഇയർ വളർച്ചയുള്ളത് റീപ്ലാന്റ് ചെയ്യാം. അത് 3rd ഇയർ വളർച്ചയുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം 3 വർഷം വളർച്ചയുള്ളതിന് ഒരിക്കലും ചിലപ്പോൾ നമുക്ക് ഒരു ഇതിൽ അത് വെക്കാൻ പറ്റും. അപ്പോൾ ശാസ്ത്രീയമായ രീതി എല്ലാം നോക്കണമല്ലോ. അപ്പോൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ഭാഗം ചിലപ്പോൾ നഷ്ടം വന്നേക്കാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, 2 വർഷം 2.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പിന്നെ നഷ്ടപ്പെടലുണ്ടാവില്ല. ഇതുവരെയുള്ള ചരിത്രം അതാണ്. ഈ 5th ഇയർ മുതലുള്ള ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ നമുക്ക്. അപ്പോൾ ആ ഒരു കാലയളവിൽ എന്ത് വന്നാലും ഇൻഷുറൻസ് കമ്പനി നമുക്ക് അതിൻ്റെ പരിരക്ഷ തരും. അത് നമ്മളുടെ എഗ്രിമെന്റിൽ പറയുന്നുണ്ട്. വ്യക്തിക്ക് എഗ്രിമെന്റ് കൊടുക്കും നമ്മൾ. അത് ഓരോ 5 സെന്റ് എടുത്ത് 20 ചന്ദന മരത്തിന്റെ ഓണേഴ്സും അത് എഗ്രിമെന്റ് ചെയ്യേണ്ടതാണ്. അത് കമ്പനി ആയിട്ടാണോ ചെയ്യുന്നത്? അല്ല, അത് ഓരോ വ്യക്തികൾ എടുക്കണം. ഞാൻ എൻ്റെ വൈഫിൻ്റെ പേരിൽ എടുത്ത സ്ഥലത്ത് ഇൻഷുറൻസ് ഞാൻ തന്നെ എടുക്കണം. അത് പേയ്മെന്റ് എങ്ങനെ? 12 ലക്ഷത്തിൽ അധികമില്ല. അത് കുറച്ച് മരത്തിനും കൂടി വേണ്ടിയിട്ടല്ലേ, സ്ഥലത്തിനും മരത്തിനും കൂടി വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഇൻഷുറൻസ് കമ്പനി പറയും ഇത്ര. അത് വല്ലാതെ പൈസ ഒന്നും വരുന്നില്ല. പക്ഷേ അത് നമുക്കറിയാമല്ലോ, ഇൻഷുറൻസിൻ്റെ ഏതാണോ രീതി അതനുസരിച്ച് അവർ പറയും. 20 മരങ്ങൾക്കും 20 മരം. അതിപ്പോൾ ഒരു കാറ്റടിച്ച ഒരു മരം വീണാലും സാറിന് അതിൻ്റെ ഇൻഷുറൻസ് കിട്ടുമെന്ന് മാത്രമല്ല, ആ സമയത്ത് എത്ര കാതിലുണ്ടോ ഇതും ഗവൺമെൻറ് എടുക്കാൻ തയ്യാറുണ്ടോ. വീണത് ഇനി ഒടിഞ്ഞ് വീണ മരം ഗവൺമെൻറ് എടുക്കും. അങ്ങനെ ഒരു നിബന്ധന കൂടി അതിലുണ്ട്. കാറ്റിൽ ഒടിഞ്ഞ് വീഴുന്ന മരങ്ങൾ ശരിക്കും എത്ര കാതിൽ ഫോം ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് കൊടുക്കാം.
അപ്പോൾ ഇൻഷുറൻസും കിട്ടും, അങ്ങനെ ഒരു കാര്യം കൂടിയും കിട്ടും അതിൽ. അങ്ങനെയുണ്ട്. വീടാതിരിക്കട്ടെ, കാരണം ഒരാളൊരു സ്വപ്നമാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവർക്ക് 5 കോടി 80 ലക്ഷം അല്ല, 10 കോടിയോ 12 കോടി കിട്ടുമ്പോൾ. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, മേഡത്തിന് ഞാനൊരു 1000 രൂപ കിട്ടുന്ന ഒരു കാര്യത്തിൽ പറയാണ്, 2500 കിട്ടിയാൽ ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പി അല്ലേ? എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂലേ? അപ്പോൾ നമ്മൾ ഏറ്റവും മിനിമം പറയുന്നുള്ളൂ, ഏറ്റവും മിനിമം 5 കോടി. പക്ഷെ അതൊന്നുമല്ല റിയാലിറ്റി, അതല്ല ഇപ്പോഴത്തെ രീതിയിൽ. പക്ഷെ അത് വരട്ടെ, കിട്ടട്ടെ. കാരണം മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ജീവിതം പച്ചപിടിപ്പിക്കാൻ കൊതിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആ കുടുംബത്തിലേക്ക് വെളിച്ചം വീശാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും 28,000 പേരെ പ്രാർത്ഥന കിട്ടല്ലേ? അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ചേഞ്ച്, എന്തായാലും ഇന്ത്യയിൽ വേറിട്ട് നിൽക്കുന്നൊരു ബിസിനസ് അവസരം സൃഷ്ടിക്കണമെന്ന് MDക്കും ചെയർമാനും നിർബന്ധമാണ്. കൊറോണ സമയത്താണ് ഇത് തോന്നിയത്. അവരുടെ കൂടെ ഒരു 600 ചില്ലാൻ സ്റ്റാഫ് എൻ്റെ പോലെ ഉണ്ട്. അപ്പോൾ 25 വർഷമായിട്ട് കമ്പനിയോടൊപ്പം ഉള്ള ആളാണ് ഞാൻ, കൂടെ MDയുടെയും ചെയർമാൻ്റെ ഒപ്പം. അപ്പം അങ്ങനെയുള്ള സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടും എന്തെങ്കിലും ചെയ്യണമെന്ന ഒരു തീരുമാനത്തോടു കൂടിയാണ്. അന്ന് തന്നെ അവർ ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ എറണാകുളം ഭാഗത്തൊക്കെ ഒരു 850 പേർക്കോളം 2 നേരം ഭക്ഷണം കൊടുത്ത സമയമുണ്ട്. അതിലാണ് കുറേ കാര്യങ്ങളൊക്കെ കമ്പനിക്കും MDക്കും ചെയർമാനൊക്കെ ഇങ്ങനെ തോന്നിപ്പിച്ചത്. ഇവരെയൊക്കെ കണ്ടതിൻ്റെ ഒരു ചിന്തയെന്നാണ് സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് വരണം എന്ന് തീരുമാനിക്കാൻ പോലും. ഒരു ഷെൽട്ടർ പണിതിട്ട് ഇവരെല്ലാം ഒന്ന് പാർപ്പിച്ചാലോ എന്ന് വരെ തീരുമാനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പാവപ്പെട്ടവരൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ വിളിച്ചിട്ട് വരുന്നില്ല. കാരണം അവർക്ക് ആ ഭിക്ഷ യാചിക്കാനും ആ പൈസ അങ്ങനെ ഉണ്ടാക്കാനും തന്നെ ഇവർ തയ്യാറാവണുള്ളൂ. ഈ ഷെൽട്ടറിലേക്ക് വന്ന് ഭക്ഷണം കൊടുക്കാം, നിങ്ങളെ നോക്കാം എന്ന് പറയുമ്പോഴും ഇവർ തയ്യാറാവുന്നില്ല എന്ന സങ്കടകരമായ അവസ്ഥയാണ് ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നത്. ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇവർക്ക് ഇതാണ് ശീലം. ആ ശീലം വിട്ടുവരാൻ, അതിൽ നിന്ന് മാറാൻ ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇങ്ങനെയുള്ള ചിന്താഗതികളുടെ ഇടയിലാണ് നമ്മൾ ഈ ബിസിനസ്സും കൂടി ചെയ്യണമെന്ന് കൂടി ഞാനൊന്നും പറയുന്നത്. അപ്പം അതുകൊണ്ട് വിമർശനങ്ങൾ ഇനിയും വരാം. സധൈര്യം അത് എന്താ പറയുക, ഒരു പൂമാലയെ പോലെ സ്വീകരിച്ചുകൊണ്ടാണ് MDയും ചെയർമാൻ ഞങ്ങളൊക്കെ അതിനെ ഏറെ സ്നേഹത്തോടെ നേരിടുന്നത്. വിമർശനങ്ങൾ ഉണ്ടാവണം, അപ്പോഴാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ, കെയർ കൊടുക്കാൻ പറ്റുക. തീർച്ചയായിട്ടും സർവേശ്വരൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ, സമൂഹത്തിന് നന്മ കൊടുക്കാൻ സാധിക്കട്ടെ. എന്തായാലും നമുക്ക് വിമർശനങ്ങളും ഇതുപോലുള്ള സംശയങ്ങളും ഇനിയും തുടരും. അതിനനുസരിച്ച് തന്നെ നമുക്കിതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നമുക്കൊരു നല്ല പാട്ട് കൂടി കേട്ടാം. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പാട്ടുകാരനായതുകൊണ്ട് തന്നെ ഇത് കുറേ ബിസിനസ് പറയൽ മാത്രമല്ലല്ലോ. അപ്പോൾ ചന്ദനമാണ് നമ്മളുടെ മനസ്സിലുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏഴാച്ചേരി രാമേന്ദ്രൻ സാർ എഴുതിയത് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ഞാൻ വിചാരിക്കണില്ല. അതുപോലെ തന്നെ അതിന് രവീന്ദ്രൻ സാറാണ് സംഗീതം കൊടുത്തത്. അന്ന് പാടിയത് G വേണുഗോപാലാണ്, ഹിന്ദോള രാഗത്തിലാണ്. അപ്പോൾ ആ ഒരു ഗാനം കൂടി നമുക്കൊന്ന് ആസ്വദിക്കാം. ഓക്കെ. ചന്ദനമണിവാതിൽ പാതി ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാരചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. ചന്ദനമണിവാതിൽ പാതി ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാരചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. എന്തായിരുന്നു? 28,000 കോടീശ്വരന്മാരെ നമുക്ക് സൃഷ്ടിക്കണം. തീർച്ചയായിട്ടും ആ അനുഗ്രഹീതമായ തലങ്ങളിലേക്ക് നമുക്കെല്ലാം എത്തിപ്പെടാനും നമ്മളിലൂടെ അതുകൊണ്ട് കേട്ടോ കർമ്മം ചെയ്യാനാണ് ദൈവം പറഞ്ഞ്. നമ്മൾക്കിപ്പോൾ ഇത്തിരി നല്ല സംസാരം തന്നില്ലേ, നാവ് തന്നില്ലേ, പാടാനുള്ള അവസരം തന്നില്ലേ, കൈകൾ തന്നില്ലേ, കേൾക്കാനുള്ള ചെവി തന്നില്ലേ, കാഴ്ചക്കുള്ള കണ്ണ് തന്നില്ലേ, നടക്കാൻ കാല് തന്നില്ലേ, അല്ലേ? ഇതൊന്നും ഇല്ലാത്തവരില്ല നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ അപ്പോൾ കർമ്മം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം, പള്ളിയിൽ പോയി മുട്ടുകുത്താം, പള്ളിയിൽ പോയി നിസ്കരിക്കാം. അത് മാത്രമല്ല കർമ്മം. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾ മനുഷ്യത്വമുള്ളവരായി മാറുക. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഒരു കമ്പനി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ചാരിറ്റി വിങ് പോലും നമ്മുടെ കമ്പനിക്ക് ഒരു ഭാഗത്തുണ്ട്. പക്ഷേ നമ്മളത് പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം പറയുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്കാണോ എന്ന് തോന്നിപ്പോവും ബിസിനസ് കൂടി. പക്ഷെ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ മനസ്സും പ്രവർത്തനങ്ങളും എത്രത്തോളം ഉണ്ടോ, ദൈവം മനസ്സിലേക്കാണ് നോക്കുക. ആ മനസ്സിൽ ശുദ്ധത ഉണ്ടോ, കൂടെ ദൈവം ഉണ്ടാവും.
അപ്പോൾ മറ്റാര് വിചാരിച്ചാലും നമ്മൾ തോൽപ്പിക്കാൻ പറ്റില്ല. ജയങ്ങളെല്ലാവർക്കും ഉണ്ടാവണോ? നമുക്ക് മാത്രമല്ല. ലോകത്തുള്ള എല്ലാവരും നന്മ പറയട്ടെ, എനിക്ക് സന്തോഷമാണ്, സുഖമാണെന്ന് പറയട്ടെ. അതാണ് നമ്മുടെ ആഗ്രഹം. തീർച്ചയായിട്ടും ആ സ്വപ്നത്തിലേക്ക് നമുക്കെല്ലാം എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്കും. നന്ദി സാർ. താങ്ക് യു.